ഇതൊരു സിനിമ തിയേറ്ററിന്റെ ഫ്ലോറാണിത്. ഇത് ഫുള്ള് ഇതിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലായിട്ടാണ് ഈ സിനിമ തിയേറ്റർ ഉള്ളത്. ഒരു 5-6 തിയേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ തന്നെ ഒരു ഓസ്കാറിന്റെ ഒരു സ്റ്റാച്യു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇതിന്റെ ബാക്കിൽ നിങ്ങൾ നോക്കിയാണെങ്കിൽ കാണാൻ പറ്റും ഹോളിവുഡ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. സബ്വേ. പിന്നെ ഇതിനോടൊപ്പം തന്നെയാണ് നമ്മൾക്ക് അതായത് ഫുഡ് കോർട്ടും ഉള്ളത്. കണ്ടോ, ഹോളിവുഡ് ഫുഡ് കോർട്ട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഫുഡ് കോർട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഫ്ലോറിൽ തന്നെയാണ് ഫുഡ് കോർട്ടും പിന്നെ സിനിമ തിയേറ്റർ. പിന്നെ ഈ ഏരിയയാണ് നമ്മളുടെ ഫുഡ് കോർട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു 100 ബാത്ത് കൊടുത്ത് നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കണം. ഒരു കൂപ്പൺ തരുമോ, അതെടുക്കണം നമ്മൾ. ആക്ച്വലി ഇതുവഴിയാണ് ശരിക്കും കയറേണ്ടത്. ഇതുവഴി ഇൻ, അതുവഴി ഔട്ട്. ബട്ട് എല്ലാവരും അതിൽ വരാറുണ്ട് എപ്പോഴും. 100 ബാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി നമ്മൾക്കൊരു കാർഡ് തരും. കണ്ടോ, നമ്മൾ പുറത്തു നിന്ന് കഴിക്കാറുള്ള മാംഗോ സ്റ്റിക്കി റൈസിന്റെ റേറ്റ് ഇവിടെ എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക്? 37 ബാത്തുള്ളൂ, 37 ബാത്തുള്ളൂ മാംഗോ സ്റ്റിക്കി റൈസ്. ഇത് ഫുള്ള് മാംഗോ സ്റ്റിക്കി റൈസും ഫ്രൂട്ട് സ്മൂത്തിയും കാര്യങ്ങളാണ് എല്ലാം ഉള്ളത്. ഈ ഏരിയയിൽ നമ്മൾക്ക് അത് ഇവിടെ ഷവർമ്മയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളുടെ നാട്ടിലെ കബാബില്ലേ, ഷവർമ്മ, അതുപോലത്തെ ഷവർമ്മ കാര്യങ്ങളെല്ലാം ഉണ്ട്. ചിക്കൻ ഉണ്ട്, പോർക്ക് ഉണ്ട്, പിന്നെന്താ ചിക്കൻ കീമ വരുന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഞാൻ അതായത് മറ്റേ പുഴുവില്ലേ, പുഴുവിന്റെ ഷവർമ്മ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. ഇത് നമ്മളുടെ മറ്റേ ക്രൊക്കഡൈലാണ്. ക്രൊക്കഡൈൽ മീറ്റിന്റെ ഷവർമ്മയും ചെമ്മീൻ, സാൽമൺ എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ പുറത്ത് നിന്ന് കഴിച്ച ഒരു ഐറ്റമാണ് ഈ കാണുന്നത്. ഇത് റൊട്ടിയാണ്. മറ്റേ നമ്മൾ കഴിച്ചില്ലേ ഒരു പാൻ റൊട്ടി, ആ പാൻ റൊട്ടിയാണത്. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ ക്യൂ ഉണ്ടോ. ഇഷ്ടം പോലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത്. മറ്റേ റൊട്ടിയില്ലേ, അതിന്റെ റേറ്റ് ഒക്കെ വളരെ ചീപ്പാണ് ഇവിടെ. അതിന് റൊട്ടി വിത്ത് എഗ് ഒക്കെ 20 ബാത്ത് വരുന്നുള്ളൂ. പിന്നെ റൊട്ടി വിത്ത് മാംഗോ എഗ് 35 ബാത്ത്, 35 ബാത്ത്. റൊട്ടി വിത്ത് കോൺ എഗ് 35 ബാത്ത്. വളരെ ചീപ്പാണ്. നമ്മൾ പുറത്തുനിന്ന് അന്ന് മേടിച്ചത് അറൗണ്ട് 45 ബാത്തോ 60 ബാത്തൊക്കെ കൊടുത്തു. 45 ബാത്ത് 50 ബാത്തൊക്കെയാണ് പുറത്ത് റേറ്റ് വരുന്നത്. ഇവിടെ റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ പാട്തായിയുടെ ഒരു കൗണ്ടറാണിത്. വെറൈറ്റീസ് ആയിട്ടുള്ള പാട്തായി എല്ലാം ഉണ്ട്. പാട്തായിയുടെ റേറ്റ് നോക്കിയേ, 37 ബാത്ത്. നമ്മൾ എത്ര രൂപയൊക്കെ കഴിച്ചത്? 60 ബാത്ത്. പുറത്ത് കഴിച്ചത് 60 ബാത്തിനാണ് നമ്മൾ കഴിച്ചത്. ഇവിടെ അത് വെറും 37 ബാത്തിന് ഇവിടെ കിട്ടും നമ്മൾക്ക്. അതും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സീ ഫുഡ് കാര്യങ്ങൾ, വെറൈറ്റി കല്ലുമ്മക്കായ വെച്ചിട്ടുള്ളത്, പ്രോൺസ് വെച്ചിട്ടുള്ളത്, അങ്ങനെ എല്ലാം കിട്ടും. ഈ സെക്ഷനൊക്കെ വരുന്നത് ന്യൂഡിൽസ് ആണ്. ന്യൂഡിൽസിന്റെ ഒരു സെക്ഷനാണ് ഇത്. സ്റ്റീക്കിന്റെ ഒരു സെക്ഷനാണത്. ഒരുപാട് ഫുഡ്. ഇത് മറ്റേ ഫ്രൈഡ്, മറ്റേ നഗറ്റ്സ് ഒക്കെ ഉള്ള ഒരു ഐറ്റംസ് ഉള്ള ഷോപ്പാണ്. ഇതും സൂപ്പിന്റെ ഒരു ഏരിയയാണ്. സൂപ്പ് വിത്ത് റൈസ്. പിന്നെ ഇത് പോർക്കാണ് ഈ കാണുന്നത്. ഈ ഏരിയ ഡക്കാണ്. ഡക്കിന്റെ ഒരു ഏരിയയാണ്. ഡക്ക് ഫ്രൈ ചെയ്തിട്ടിരിക്കുന്നത്. ഡക്കിന്റെ ന്യൂഡിൽസും ഡക്ക് ഫ്രൈയും കാര്യങ്ങളായിട്ട്. ഇത് ചിക്കനാണ് ഈ കാണുന്നത്.
ഇവിടുത്തെ ഏറ്റവും ആളുകൾ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് ചിക്കൻ റൈസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കോമൻ കൈ എന്ന് പറയും. കോമൻ കൈ ആളുകൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതാണ് കോമൻ കൈ. ഇത് തായ് കുസീനാണ്. തായ് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഈ കാണുന്നത് പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ആണ്. ഈ കാണുന്നത് പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഒരുപാട് ആളുകൾ ഫോറിനേഴ്സ് എല്ലാവരും വാങ്ങി കഴിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഉണ്ട് അവിടെ. ഞാൻ ഏറ്റവും കൂടുതൽ ഈ വന്ന് കഴിക്കാറുള്ള കൗണ്ടർ ഇതാണ്, റൈസ് ആൻഡ് കറി. มันเป็นไอ้นี่นะมันเป็นมักกะโรนีผัด അപ്പോൾ നമുക്ക് റൈസ് ആൻഡ് കറിയിൽ ക്യൂ നിൽക്കാതെ നമ്മൾക്ക് കിട്ടില്ല. കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കൗണ്ടറിൽ എത്തി. ക്യൂ നിന്ന് കൗണ്ടറിലെത്തി. ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും എപ്പോഴും. കാരണം ഇത് നമ്മൾക്ക് ഇങ്ങനെ ഓരോ ഡിഷസ് ആയിട്ട് ഇങ്ങനെ ചൂസ് ചെയ്യാം. നമ്മൾക്ക് ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതായത് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടും പോവുകയും ചെയ്യുന്നുണ്ട് പുള്ളി. അവരോട് തൊട്ട് കാണിക്കണം, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ചിക്കൻ, ഈ ചിക്കൻ വലിയ കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലെ ചിക്കൻ്റെ പോലെ തന്നെ. ഐ മീൻ കറി. പിന്നെ എന്താ എടുക്കേണ്ടത്? പിന്നെ നമ്മൾക്ക് ഫിഷ് എടുക്കാം. ഫിഷ് എടുക്കാം. പിന്നെ നമ്മൾക്ക് എടുക്കാൻ പറ്റിയത് പിന്നെ ദിസ് വൺ. And I need some chicken also. This one, chicken. ഇത്ര ഐറ്റംസ് ഞാൻ എടുത്തോട്ടെ ഇവിടെ നിന്ന്. എത്ര ഐറ്റംസ് എടുത്ത്? ഒരുപാട് ഐറ്റംസ് ഞാൻ എടുത്തില്ലേ. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു കാർഡ് ഉണ്ട്. ആ കാർഡ് ടെർമിനലിൻ്റെ ഒരു കാർഡ് അവർ തരും. കാർഡ് നമ്മൾ 41 ബാത്തട്ടാ. നോക്കിയേ, 41 ബാത്ത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 41 ബാത്തിനാണ് ഈ ഫുഡ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ 49 അല്ലെങ്കിൽ 50 ആണ് പ്രതീക്ഷിച്ചത്. അപ്പം അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് സ്പൂൺ എടുക്കുക. ഇവിടെ ഒരു മെഷീൻ ഉണ്ട്, അതിൽ വെച്ചിട്ട് അത് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് എടുക്കുന്നു. ഇനി സീറ്റ് കിട്ടുമെന്ന് നോക്കണം. ഇപ്പം ഈ ടൈം ആയതുകൊണ്ട് സീറ്റ് നമ്മൾക്ക് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇത് ഓൾമോസ്റ്റ് ഇവിടെ 7:30, 8 o'clock ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾക്ക് സീറ്റ് കിട്ടും. ഇനി ഈ സെക്ഷനിൽ നമ്മൾക്ക് സുഷി കിട്ടും. അത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ജാപ്പനീസും കൊറിയൻസും ആണ്. കണ്ടില്ലേ, സുഷിയുടെ ഒരു കൗണ്ടറാണ് ഈ കാണുന്നത്. Hello from Turkey. Nice to meet you, brother. Nice to meet you too. So delicious. The sushi, right? Yeah, I already tried many. Fresh. Yeah. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഷി. അതാണ് പുള്ളി അവിടെ നിൽക്കണത്. പുള്ളി ക്യൂ നിൽക്കുകയാണ് അവിടെ. സോ ഡിലീഷ്യസ് എന്നാണ് പറയുന്നത്. സോ ഡിലീഷ്യസ്, ഫ്രഷ് ആൻഡ് ഓൾസോ. പുള്ളി വെറുതെ അല്ല അവിടെ ക്യൂ നിൽക്കണത്. അപ്പോൾ സീറ്റുകൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ്. അത് ഈ നൈറ്റ് ടൈമിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരുപാട് ഉണ്ടാവില്ല. ലഞ്ച് ടൈമിൽ ഇവിടെ ഫുള്ളായിരിക്കും. എനിക്കൊരു സീറ്റ് പോലും കിട്ടാറില്ല. പുള്ളിക്കാരത്തി ഇത് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പ്ലേറ്റ് കൊണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് കൈ നീട്ടിയത്. ചെറിയ കിളികളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നോക്കിയേ എന്തൊക്കെ ഡിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എത്ര ഡിഷ് എടുത്തിട്ടുണ്ട്. 1 ഫിഷ്, 1 ചിക്കൻ, പിന്നെ വെജിറ്റബിൾസും ചിക്കനും കൂടിയുള്ളൊരു ഇത്, പിന്നെ ചിക്കൻ കീമ, പിന്നെ ഒരു നൂഡിൽസ്. 1 2 3 4 5. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 5 ഡിഷ് ഞാൻ എടുത്തു. ഈ കാണുന്നത് 5 ഡിഷ്. 41 ബാത്ത്. 41 ബാത്ത് എന്ന് പറയുമ്പോൾ ഞാൻ കറക്റ്റ് കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 41 ബാത്ത്
അതായത് ഇന്നത്തെ പ്രൈസ് അനുസരിച്ച് 96 രൂപ. നാട്ടിലത്തെ നമ്മളുടെ ഇന്ത്യൻ റുപ്പീസ് 96 രൂപക്കാണ് എനിക്ക് ഈ ഫുഡ് കിട്ടിയിരിക്കുന്നത്. നോക്കിയേ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പൊ നിങ്ങൾ ഒരുപാട് ഫുഡ് അവിടെ കണ്ടിരുന്നു, അതായത് മാംഗോ, ലൈക്ക് സ്റ്റിക്കി റൈസ്, അല്ലെങ്കിൽ റൊട്ടി, ഇതെല്ലാനും പുറത്തതിനേക്കാളും റേറ്റ് കുറവാണ് ഈ മാളിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ ഏതെങ്കിലും കൺട്രീസിലെ ഏതെങ്കിലും മാളായിക്കോട്ടെ, നിങ്ങൾ നമ്മളെ പുറത്ത് നമ്മളെ സിറ്റിയിൽ ഉള്ള റേറ്റിനേക്കാൾ കുറവ് റേറ്റിന് ഫുഡ് കോർട്ട് ഏതെങ്കിലും മാള് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യും. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ അത്യാവശ്യം കുറച്ച് രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഓൾമോസ്റ്റ് ഓരോ മാളുകളിൽ ഞാൻ കയറുമ്പോഴും റേറ്റ് ഇരട്ടിയായിരിക്കും ഓരോ ഫുഡിനും. പക്ഷേ ഞാനത് പുറത്ത് പോകുമ്പോൾ ഏതെങ്കിലും ചെറിയ ഫുഡ് കോർട്ടിൽ നിന്നോ ചെറിയ സ്ട്രീറ്റ് ഫുഡിൽ നിന്നോ എനിക്കത് റേറ്റ് കുറവിന് കിട്ടും. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഏത് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ റേറ്റ് കൂടുതലും, ഈ മാളിൽ വന്നിട്ടുണ്ടെങ്കിൽ റേറ്റ് കുറവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാത്രമല്ല ഫുഡെല്ലാം പക്കയാണ്. അവർ ഫിഷ് തന്നിട്ടുണ്ട്, ചിക്കൻ തന്നിട്ടുണ്ട്, വെജിറ്റബിൾസ് തന്നിട്ടുണ്ട്, ബ്രോക്കോളി, കീമ ചിക്കൻ, ന്യൂഡിൽസ് എല്ലാം തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതലാണ് എല്ലാം. ഇത്രയും ചെറിയൊരു പൈസക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഇതെന്താണ്. ഞാനിത് ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, ഇവിടെ ഉള്ള ഒരു തായ് ഫ്രണ്ട് ഉണ്ട്, അവനോട് ഞാൻ ചോദിച്ചാൽ എന്താണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഈ ഷോപ്പിനൊന്നും ഈ ഫുഡ് കോർട്ടിലുള്ള ഷോപ്പിനൊന്നും റെൻ്റ് ഇല്ല. അതായത് ഇതിൻ്റെ ഓണർ റെൻ്റ് ഒഴിവാക്കി കൊടുത്തിരിക്കണം ഈ ആളുകൾക്ക്. അത് ഒരു ബിസിനസ് ട്രിക്കാണ് ശരിക്കും. കാരണം ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്ന ആളുകൾ ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. ഏറ്റവും കൂടുതൽ എണ്ണം ഇവിടെ വരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വരുന്ന ആളുകൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യും. മാത്രമല്ല ഇത് ഏറ്റവും ടോപ്പ് ഫ്ലോർ ആയതുകൊണ്ട് ടോപ്പ് ഫ്ലോറിൽ വന്നിട്ട് ഇത് ഫുഡ് കഴിക്കുകയും ചെയ്യും. അത്യാവശ്യം ടൈം കൂടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇവിടുത്തെ താഴെ ഫ്ലോറിലേക്ക് പോയി എല്ലാവരും ഒന്ന് കണ്ട് നമ്മൾ എങ്ങനെ വന്നാലും പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചിരിക്കും ഉറപ്പായിട്ടും. 100% എല്ലാവരും വാങ്ങിച്ചിരിക്കും. കാരണം ഇവിടെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ റണ്ണിങ് ആണ് എല്ലാ ദിവസവും. ഫ്രൂട്ട്സ് മേടിക്കുക, കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ്. കാരണം ഇതിൽ ബാലൻസ് ഇനിയും ഉണ്ടല്ലോ, 59 ബാത്ത് ഇനിയും ഉണ്ട്. നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് മേടിക്കാം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് പ്രശ്നം, അത്രയും ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട് എ ഡേ. Excuse me. I need guava and watermelon. Guava and watermelon. Thank you. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനുള്ള കൗണ്ടറും ഉണ്ട്. ഇത് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ. ഇത് ഐസ്ക്രീം സെക്ഷനാണിത്. കോക്കനട്ട് ജ്യൂസ് ഐസ്ക്രീം. കോക്കനട്ട് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, ജ്യൂസ് ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, അതിൻ്റെ ഒരു കൗണ്ടറും ഉണ്ട് ഇവിടെ. ഈ ഒരു ഏരിയയിൽ സ്മൂത്തി വരുന്നുണ്ട്. സ്മൂത്തിയുടെ ഒരു കൗണ്ടർ വരുന്നുണ്ട് ഇവിടെ. എന്താ വേണ്ടത് എല്ലാം ഉണ്ട്. ഇനി ഫ്രഷ് കോഫി അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടോ, അതും ഉണ്ട്. കോഫി, ടീ എല്ലാം ഉണ്ട് ഇവിടെ. ഇനി നമ്മൾക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണോ, പെപ്സി അല്ലെങ്കിൽ ഫാൻഡ, 7 അപ്പ്, അതെല്ലാം ഇവിടെ ഉണ്ട്.
അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഈ കാർഡിലുള്ള എമൗണ്ട് ബാലൻസ് നമുക്ക് മേടിക്കാം. ഞാനിവിടുത്തെ തിയേറ്റർ കാണിച്ചിട്ടാട്ടോ ജസ്റ്റ് നമ്മൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. തിയേറ്റർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മൂവീസാണ് ഇതെല്ലാം. ടിക്കറ്റിങ് കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ നിന്ന് എടുക്കാം. നമ്മൾക്ക് ഓൺലൈനിൽ നിന്ന് എടുക്കാം. നമ്മൾക്ക് ഇവിടെ ഈ തിയേറ്ററിൽ SFX സിനിമ എന്നാണ് ഇതിനെ പറയണത്. SFX സിനിമ. ഇതിൻ്റെ ടിക്കറ്റിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. നമ്മൾക്കിവിടെ ഓൺലൈനിലായിട്ടും കിട്ടും. ഇവിടെ വന്നിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. നമ്മളുടെ നാട്ടിലും ഇതുപോലെയൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ തിയേറ്റർ, SFX സിനിമ. ഇത് ഫസ്റ്റ് ക്ലാസ് ലോഞ്ചാണ് ഈ കാണുന്നത് ഇതിൻ്റെ. അതായത് നമ്മൾ PVRലൊക്കെ കയറിയിട്ട് വെയിറ്റിംഗ് ഏരിയ ഇല്ലേ, ലോഞ്ച് പോലെ, അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ക്ലാസ് ഏരിയയാണ്. ഇവിടെ ആളുകളൊക്കെ ഇരിപ്പുണ്ട്. സിനിമ 1, 2 ഈ ഭാഗത്താണ്. പിന്നെ 3, 4, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫുഡ് കൗണ്ടർ ഉണ്ട്, സ്നാക്സും റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ. പിന്നെ ഇവിടെ 5, 7, അതായത് 5, 6, 7 ഇവിടെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്. ഒരു അടിപൊളി ലക്ഷറി ആയിട്ടുള്ളൊരു തിയേറ്ററാണ്. നല്ല കിഡിലൻ തിയേറ്റർ, അതായത് നല്ല കിഡിലനായിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള ഒരു തിയേറ്റേഴ്സ് അല്ലേ. ഈ ഫ്ലോറിന് അവർ പേരിട്ടിരിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോ എന്നാണ്. അപ്പം സാൻ ഫ്രാൻസിസ്കോയിലുള്ള കുറച്ച് ഫുഡ് കോർട്ട്, റെസ്റ്റോറൻറ്റ് കാര്യങ്ങളെല്ലാം കൂടെ ഉണ്ടാവും. ഇവിടുത്തെ കുറച്ച് രസകരമായിട്ട് കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഒരു സെക്ഷനിലേക്ക് പോകണം. ബേക്കറി 2. പക്ഷെ ഇത് ഒരു ബേക്കറി അല്ല കേട്ടോ. ഇത് ഞാൻ നിങ്ങൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇത് ഇതുപോലെ തന്നെ ഒരു ടോയ്ലറ്റാണ്, വാഷ്റൂമിലേക്കുള്ള ഒരു എൻട്രിയാണ് ആ കാണുന്നത്. ഇതൊക്കെ കാണുന്നത് കണ്ടോ, ഒരു വാഷ്റൂം ചെയ്ത് വെച്ചിരിക്കണതാണ് ഈ കാണുന്നത്. നോക്കിയേ, കണ്ടോ? ഒരു വാഷ്റൂമാണ് ഈ കാണുന്നത്. നിങ്ങൾ എന്താ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കണല്ലേ. ഞാൻ ഇതിനു മുന്നേ ഈ ഷോപ്പിംഗ് മാളിൽ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, പല പല റെസ്റ്റോറൻറ്റുകളിലായിട്ടും. എൻ്റെ മുന്നത്തെ വീഡിയോസ് കണ്ട ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ സീ ലയോൺസ് ഒക്കെ കണ്ടോ? സീ ലയോൺസ് ഒരു സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ടെർമിനൽ 21 എന്ന് പറഞ്ഞിട്ട് ഇവിടെയും ഉണ്ട് ടെർമിനൽ 21. എത്ര കാറുകളാണ് കിടക്കണേന്ന് നോക്കിയാൽ സ്റ്റക്കായിട്ട് ഈ പാലത്തിൽ. കണ്ടോ എത്ര കാറുകളാണെന്ന് നോക്കിയേ. ഒരുപാട് കാറുകളുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ ശരിക്കും ഒരു ഒറിജിനലായിട്ടുള്ള ഒരു ബ്രിഡ്ജാണെന്ന് വിചാരിക്കും അല്ലേ. കണ്ടില്ലേ എന്താ സെറ്റപ്പ്. ഞാൻ സാൻ ഫ്രാൻസിസ്കോന്ന് നേരെ ടോക്കിയോയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ടോക്കിയോയിൽ കുറച്ച് പരിപാടികളുണ്ട് എനിക്ക്. ടോക്കിയോ ട്രെൻഡി ആയിട്ടുള്ള കുറച്ച് ഫാഷൻ സ്റ്റോഴ്സാണ് ഇതെല്ലാം.
കളർഫുൾ ഡ്രസ്സുകളാണ് ഫുള്ള്. ഇത് നമ്മളുടെ കാശ്മീർ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബാഗിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് ഞാനിങ്ങനെ ക്യാമറയിൽ എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ ചെയ്യണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അത്രയും കളർഫുള്ളാണ് ഈ മാൾ. കണ്ടില്ലേ എന്ത് ഭംഗിയാ കാണാനായിട്ട്. ഇത് നോക്കിയേ, ഫുള്ള് ട്രെൻഡി ആയിട്ടുള്ള ഓരോ ഡ്രസ്സുകളും പിന്നെ ബാഗും കാര്യങ്ങളും ഇവിടെ തന്നെ കാണില്ലേ. കുറച്ച് വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള കുറച്ച് സ്റ്റോൾസ് ആണ് ഫുള്ള്. ഇറ്റ്സ് എ ബാഗ് റൈറ്റ്? Backpacks. Okay, for ladies, right? This okay, this is all for ladies. No, that's why also can use it. Okay. It's really good. Looking good. It's a colorful. How much the price for the bag? The big one is 800 baht. If you buy more, get one free. 800 is the starting price, right? And this sneakers also in brand or This one is hand binding. hand binding? Okay, okay. ഇത് നോക്കിയേ ഈ സ്റ്റോറ് എന്താ ഭംഗിയല്ലേ. പുള്ളിക്കാരത്തി ഹാൻഡ് മെയ്ഡ് ആണെന്നാണ് പറയണത് ഫുള്ള് ബാഗ്. അത് ബാക്ക് പാക്കാണ് ഈ കാണുന്നത്. കൊള്ളാം എന്തായാലും. താങ്ക് യു. ഇത് കാണാനാണെങ്കിൽ തീരൂല, അത്രയും ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഒരുപാടുണ്ട് കാണാനാണെന്നുണ്ടെങ്കിൽ. ഇത് ഒരു ഒറ്റ വീഡിയോയിൽ തീരൂല. അതെ, സലൂൺ, മിനിയേച്ചർ കാർസ്. ഇതിൻ്റെ ഒരുപാട് ഫാൻസ് ഉണ്ട്. എന്നെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എടാ മിനിയേച്ചർ കാർസ് ഉണ്ടെങ്കിൽ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മിനിയേച്ചർ കാർസിൻ്റെ ഒരു ഷോറൂം തന്നെയുണ്ട്. ഒരു അടിപൊളി ഷോപ്പ് തന്നെയുണ്ട്. ടോയ്സ് സെക്ഷൻ, ടീഷർട്സ്, ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് എല്ലാം ഉണ്ട്. ഇത് ഫുള്ള് ടോയ്സിൻ്റെ ഒരു സെക്ഷനാണ് ഇതെല്ലാം. ഇത് നോക്കിയേ, ടോയ്സിൻ്റെ സെക്ഷനാണ് ഇത് ഫുള്ള് ഈ കാണുന്നത്. എന്തോരം ടോയ്സ് ആണ് നോക്കി. അതുപോലെ തന്നെ മറ്റേ കൃഷ്ണ, ബുദ്ധ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ഇല്ലേ, എലിഫൻസ്. ഇത് കണ്ടില്ലേ കളർഫുൾ. നോക്കി, ഇതൊക്കെ എല്ലാം ഒരു ഹാൻഡ് മെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ. ഷോപ്പിങ്ങിനെ കിടക്കേണ്ട, അതായത് ഷോപ്പിംഗ് മാളിൽ ഇങ്ങനെ ഓരോരോ ഷോപ്പുകൾ ബ്രാൻഡഡും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇത് മറ്റേ മൂച്ചു എന്ന് പറഞ്ഞിട്ടൊരു സാൻഡൽസ് ഇല്ലേ, അതിൻ്റെ ഒരു ഷോപ്പാണിത്. മൂച്ചു ഇറ്റ്സ് ഹാൻഡ് മെയ്ഡ് ഇൻ തായ്ലൻഡ് ആണ് സാൻഡൽസ്. അവിടെ നല്ല തിരക്കുണ്ട്. അവിടെ അത് കുറച്ച് എനിക്ക് തോന്നുന്നത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണെന്ന് തോന്നുന്നു. ജാപ്പനീസ്, കൊറിയൻസ് ടീഷർട്സ് എല്ലാം ഉണ്ട്. ക്യാപ്പ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം കിട്ടും. ഇത് ജാപ്പനീസ് മറ്റേ കൊറിയൻസ് ടീഷർട്ട്സ് ആണ് ഇതെല്ലാം. ഷോപ്പ്, അതായത് മാള് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് ഫുള്ള് കാണാനാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. അത് ഒരു വീഡിയോയിലൊന്നും ഒതുങ്ങി നിൽക്കൂല. അത്രയും ഷോപ്പുകളും അത്രയും ഏരിയയാണ് ഇതുള്ളത്. അപ്പം അതിൻ്റെ പേരിൽ ചുറ്റി കാണിച്ച് ഈ ഒരു വീഡിയോയിൽ ഇത് കൊള്ളൂല. കണ്ടില്ലേ? ഇത് ഈ ഒരു ഫ്ലോറ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചൈനയാണ്. ചൈന, ജപ്പാൻ അങ്ങനെയുള്ളൊരു കൺട്രീനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫ്ലോർ. ഇത് നോക്കിയേ, മറ്റേ മിനിയേച്ചർ ടോയ്സ് ഇല്ലേ, അതിൻ്റെ ഒരു സെക്ഷനാണിത്. അതിൻ്റെ ഒരു ഫുള്ളി ഒരു ഷോപ്പാണിത്. കണ്ടോ? എന്താ ഭംഗി കാണാനായിട്ട്. ഞാൻ അടുത്തൊരു രസകരമായിട്ടുള്ളൊരു കാഴ്ച കാണിച്ചു തരാൻ പോണി ഞാൻ നിങ്ങൾക്ക്. കണ്ടോളൂ കണ്ടോളൂ കണ്ടോളൂ. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചൈനയിലൂടെയാണ്. ചൈനയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ കാണുന്നത് ചൈന ടൗണിലെ ഒരു ടോയ്ലറ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നോക്കിയേ, ഇത് നോക്കിയേ, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ടോയ്ലറ്റാണ് ഈ കാണുന്നത്. സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കിയേ, എന്തൊക്കെ കാണണം. അത്രയും ഫണ്ട് എറിഞ്ഞിട്ട് ഒരു വാഷ്റൂമും ടോയ്ലറ്റൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചാൽ ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കണ്ടില്ലേ? ഒന്നും പറയണ്ട. ഹാറ്റ്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് വരുന്നുണ്ട് ഇവിടെ, ഗേൾസിനുള്ള ഹാറ്റ്സും പിന്നെ ജുവല്ലേഴ്സും ഹാൻഡ് മെയ്ഡ് ബാഗ്സും എല്ലാം ഉണ്ട്. മിനിമൽ ടൈപ്പ് കുറച്ച് മെറ്റീരിയൽസും ഫാഷൻ ട്രെൻഡി ക്ലോത്ത്സും കൂടെ ഉണ്ട്. ഓ, ഒന്നും പറയണ്ട, ഫുള്ളി ഡ്രസ് മെറ്റീരിയൽസ് ആണ് ഇത് ഫുള്ള്. ഇത് കണ്ടില്ലേ? ചൈനയുടെ ഒരു സിറ്റിയിലൂടെ നമ്മൾ നടക്കുകയാണ്. ഫുള്ള് ട്രെൻഡി ആയിട്ടുള്ള ഷോപ്പുകളാണ്. ഫുള്ള് ട്രെൻഡി ക്ലോത്ത്സ്, ഹാറ്റ്സ്, ഷൂസ്, സ്നീക്കേഴ്സ് എല്ലാം. ഓക്കെ, കണ്ടോ? ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാണിച്ചു തരാം. ഓക്കെ, ഫുള്ളി ഗ്ലാസ്ഡ് ആണ്. നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം, റോഡൊക്കെ കാണാം, വണ്ടിയൊക്കെ ഓടുന്നത് കണ്ടോ? ഞാൻ ഒരു ഷോപ്പിംഗ് മാളിലും ഇത്രയും വലിയൊരു എസ്കലേറ്റർ ഞാൻ കണ്ടിട്ടില്ല. ഇത് നോക്കിയേ നിങ്ങൾ, എൻ്റെ മോനെ. എസ്കലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്ക് തോന്നണം അവിടെ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് എടുക്കും
താഴെ എത്താനായിട്ട്. അതായത് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ നിന്ന് നേരെ ഒരൊറ്റ എസ്കലേറ്റർ, മനസ്സിലായ? ഈ എസ്കലേറ്ററിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. ഫുള്ളി ഗ്ലാസ്ഡ് ആണ്. പുറത്ത് വണ്ടി ഓടുന്ന ലെഫ്റ്റും റൈറ്റും എല്ലാനും കാണാൻ പറ്റും. അത് മാത്രമല്ല, നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോരോ ഫ്ലോറും കാണാൻ പറ്റും. കണ്ടോ? ഒരൊറ്റടിക്ക് താഴേക്ക്. അറൈവൽ അറ്റ് പാരീസ്. അതെ, നമ്മള് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. ഇവിടെ നിന്നാ നേരെ കാണുന്നത് മെയിൻ റോഡാണ് ഇവിടുത്തെ. ഞാനിവിടെ നിന്ന് കാണിച്ചു തരാട്ടോ. ഈ എസ്കലേറ്റർ ഉണ്ടോ? ഓ മോനെ, ഇത് ക്യാമറയിൽ ഒതുങ്ങണില്ല. യൂണിക്ലോ നമ്മളുടെ ഫേമസ് ബ്രാൻഡാണ്, ജാപ്പനീസിൻ്റെയും കൊറിയൻസിൻ്റെയൊക്കെ. അതിൻ്റെ ടീഷർട്ട്സ് ആണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. യൂണിക്ലോ അടിപൊളി ബ്രാൻഡാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ടീഷർട്ട് അവരുടെയാണ്, യൂണിക്ലോ. മിനിമൽസ് ആണ് കൂടുതൽ. ഇവർക്ക് വേറെ എന്താ പറയുക, കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടാവില്ല, എല്ലാം മിനിമൽസ് ആയിരിക്കും. ലണ്ടൻ, അറൈവൽ അറ്റ് ലണ്ടൻ. അതെ, ലണ്ടനിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ലണ്ടൻ സിറ്റിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്റ്റാച്ചു ഇല്ലേ? ലണ്ടൻ ലണ്ടൻ ലണ്ടൻ. ലണ്ടനിലേക്ക് പോകാനുള്ളവർ ബസ്സിൽ കയറേണ്ടതാണ്. എന്താ സെറ്റപ്പ്! ഇനി ലണ്ടനിലെ ടോയ്ലറ്റ് കണ്ടില്ലെന്ന് പറയരുത്, വാഷ്റൂം കണ്ടിട്ട് നമ്മൾക്ക് പോവാം. ലണ്ടൻ. ലണ്ടനിലെ വാഷ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ലണ്ടൻ. ഉണ്ടോ? കൊള്ളാല്ലേ? അപ്പോൾ അതെ, എയ്ഫിൽ ടവർ കണ്ടിട്ടില്ലെന്ന് ആരും പറയരുതിട്ട് ഇനി. അതെ, പാരീസ് എയ്ഫിൽ ടവർ തിളങ്ങിയിടും. ഇതൊക്കെ എങ്ങനെ എല്ലാം കൂടി ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തെന്നാണ്, സമ്മതിക്കണം. കാണില്ലേ? ഇതെനിക്ക് ക്യാമറയിൽ ഫുള്ളായിട്ട് എത്തിക്കാൻ പറ്റണില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ സ്നീക്കേഴ്സിൻ്റെ ഒരു ലോഡ് കളക്ഷൻസ് ഉണ്ട്. ഓ, ഇഷ്ടം പോലെ. സൂം ചെയ്ത് കാണിച്ചില്ല നിങ്ങളെ. സ്നീക്കേഴ്സിൻ്റെ ഒരു ലോഡ് കളക്ഷൻസ്. ഓഫർ നടക്കണമെന്നുണ്ടോ? പാരീസ് ഇത് ഗ്രൗണ്ട് ഫ്ലോറാണിത്. ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സെയിൽ, പ്രമോഷൻ നടക്കുന്നത്. അതായത് പ്രമോഷൻ ഏരിയയാണ് ഇത് ഫുള്ള്. അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ളതും അല്ലാത്തതും എല്ലാ ഐറ്റംസും ഇവിടെ പ്രമോഷൻ ഉണ്ടാവും. പിന്നെയും ഫുള്ളി സ്നീക്കേഴ്സ്. ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണുമ്പോൾ തോന്നും ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. പക്ഷെ ഇതെല്ലാം ഒറിജിനലാണ്. 5,900 6,900 ആ റേറ്റൊക്കെയാണ് വരുന്നത്. ഫുൾ ഒറിജിനലാണ്ടാ. ന്യൂ ബാലൻസും ഉണ്ട്. നൈക്കി ആൻഡ് ന്യൂ ബാലൻസ് ഓൾസോ.
ഇവിടെയും ഉണ്ട്.โคตรขำเลยนะเจอประจำมันแบบระวัง സ്നീക്കേഴ്സിന്റെ ഫുള്ളി പ്രമോഷനാണ് ഈ കാണുന്നത്, എല്ലാ ബ്രാൻഡും. ഫുൾ ബ്രാൻഡ്സ് ആണ്. ടെർമിനൽ 21 കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വരും വീഡിയോസിൽ ടെർമിനൽ 21 കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. തായ്ലാൻഡിലേക്ക് വരുന്നവർ ഒരിക്കലും കാണാൻ മറക്കരുത് ഈ ടെർമിനൽ 21. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.